ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്ന് പറയുന്ന അജിത് ഡോവൽ വർഷങ്ങൾക്ക് മുൻപ് ഓസ്ട്രേലിയയിൽ വെച്ച് നടത്തിയ ഒരു പത്രസമ്മേളനം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറൽ ആവുകയാണ്. രാജ്യത്ത് നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ചും പാകിസ്ഥാൻ സ്പോൺസേഡ് തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ചും ISI ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിനെക്കുറിച്ചും അജിത് ഡോവൽ നടത്തിയ ഡിബേറ്റ് ആയിരുന്നു ഇത്. എന്നാൽ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഇത് വൈറലാകുമ്പോൾ അത് താൻ പറഞ്ഞതല്ല എന്ന് യാതൊരു സങ്കോചവും കൂടാതെ നുണ പറയുകയും കൂടി ചെയ്യുക എന്ന് പറഞ്ഞാൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ തനി സ്വരൂപം എന്താണ് എന്ന് വ്യക്തമാണല്ലോ. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമായി കാണുകയും അവലോകനം ചെയ്യുകയും ചെയ്യാം. ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആദ്യം ഇയാളുടെ ഈ ഡിബേറ്റിന്റെ ഇപ്പോൾ വൈറലാകുന്ന പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് കാണാം. അതിനുശേഷം കൃത്യമായ തെളിവും. Now coming to the second point about the sensitivity of the Muslim population. We don't have any Muslim population or a Hindu population. When it comes to a war against terror, it is an attack on India. So the first thing that one should be distinct is that we should stop thinking in communal lines. The Muslims are with us in fight against terror much more than any Hindu organization is. You tell me any Hindu organization which has issued a fatwa or a diktat or anything against terrorism. It is on the Ramlila ground with 50,000 Maulanas who passed a fatwa against international terrorism and terrorism in 2012 and said that we are going to oppose it. They have offered total help and it is a huge congregation. They wanted some Hindu organizations also to come on the same platform. They said it will endanger them. So don't say. It is the violent, coercive, vocal minority which sometimes is misunderstood as this voice of Islam. The voice of Islam is not for criminality. The voice of Islam is not for killing the innocent. And the majority of the Indian Islam is totally in support of it. We had global recruitment when there was this thing against Soviets in Afghanistan. Not even one from India went. കേട്ടല്ലോ പറഞ്ഞത്. അതായത് നമുക്ക് മുസ്ലിം പോപ്പുലേഷൻ, ഹിന്ദു പോപ്പുലേഷൻ എന്ന് പറഞ്ഞ പോപ്പുലേഷൻ അല്ല ഉള്ളത്, മറിച്ച് ഇന്ത്യൻ പോപ്പുലേഷൻ ആണ് ഉള്ളത്. തീവ്രവാദത്തിനെതിരെ പോരാടുക എന്നുള്ളത് ഒരു ദേശീയ വിഷയമാണ്, അല്ലാതെ കമ്മ്യൂണൽ വിഷയം അല്ല. തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ മുസ്ലിം സംഘടനകൾ ഹിന്ദു സംഘടനകളെക്കാൾ കൂടുതൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. 2012 രാംലീല മൈതാനത്ത് 50,000 മൗലാനമാർ കൂടി തീവ്രവാദത്തിനെതിരെ ഫത്വ പുറപ്പെടുവിച്ചു. ഹിന്ദു ഓർഗനൈസേഷനും അതിൽ പങ്കെടുക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. എന്നാൽ അവർ വന്നില്ല, കാരണം അത് അവരുടെ നിലനിൽപ്പ് അപകടത്തിലാക്കും എന്ന് അവർ പറഞ്ഞു. ചെറിയ വയലന്റായ ഗ്രൂപ്പുകളെ ഇസ്ലാമിന്റെ ശബ്ദമാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ്. ബഹുഭൂരിപക്ഷം ഇന്ത്യൻ മുസ്ലിങ്ങളും തീവ്രവാദത്തെയും അക്രമത്തെയും എതിർക്കുന്നവരാണ്. ചരിത്രപരമായി ഇന്ത്യൻ മുസ്ലിങ്ങളാണ് ഹിന്ദു സംഘടനകളെക്കാൾ സ്വാതന്ത്ര്യ സമരത്തിൽ പോരാടിയത്. ഇനി ഇതേ ഡിബേറ്റിലെ തന്നെ മറ്റൊരു ഭാഗത്ത് അജിത് ഡോവൽ പറയുന്നത് കേട്ടുകൊള്ളൂ. And let me tell you one small thing. Now that I have been exposed as a man who is this thing, the number of persons that ISI has recruited for intelligence tasks in India, there have been more Hindus than Muslims. If you see all the number of cases from 1947 which have been these things under the official secret act of the counter-espionage cases, I think people in media must be these things, that all these cases which come, so more than 4,000 cases, probably not even 20% would be Muslims. So it's a very wrong concept. ISI ഇന്ത്യയിൽ ഇന്റലിജൻസ് കാര്യത്തിന് വേണ്ടി റിക്രൂട്ട് ചെയ്ത ആളുകളുടെ എണ്ണത്തിൽ മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ഹിന്ദുക്കളാണ് ഉള്ളത്. 1947 മുതലുള്ള കണക്ക് വെച്ച് നോക്കിയാൽ അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. ഇങ്ങനെ റിക്രൂട്ട് ചെയ്യുന്നവരിൽ 20% പേർ പോലും മുസ്ലിങ്ങളല്ല. ഇപ്പോൾ ഇയാളുടെ ഈ പഴയ ഡിബേറ്റ് വൈറലായി കഴിഞ്ഞപ്പോൾ അയാൾ തന്നെ പറയുകയാണ് അത് താൻ പറഞ്ഞതല്ല, AI ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണെന്ന്. പല പ്രമുഖ ഗോദി മീഡിയകളും ഇയാൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ന്യൂസും കൊടുത്തു. News 18 വന്ന വാർത്ത കണ്ടോ? ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ISI മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ഹിന്ദുക്കളെയാണ് ആകർഷിക്കുന്നത് എന്ന്. ഇവർ വളരെ വിദഗ്ധമായി ISI എന്ന് അജിത് ഡോവൽ പറഞ്ഞത് ISIS എന്നാക്കി മാറ്റിയിരിക്കുകയാണ്. ഇത് ഡീപ് ഫേക്ക് AI ആണെന്നാണ് അജിത് ഡോവൽ പറഞ്ഞത് എന്ന് മണി കൺട്രോളിൽ വന്ന വാർത്ത.
നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ പറയുകയാണ് ഐസിസ് കൂടുതൽ ഹിന്ദുക്കളെയാണ് റിക്രൂട്ട് ചെയ്യുന്നത് എന്ന് പറയുന്ന വീഡിയോ ഫേക്കാണ് എന്ന്. AI ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്ന്. ആരും പറഞ്ഞിട്ടില്ല ഇയാൾ ഐസിസ് കൂടുതൽ ഹിന്ദുക്കളെയാണ് ആകർഷിക്കുന്നത് എന്ന് പറഞ്ഞു എന്ന്. ISI എന്നാണ് ഇയാൾ പറഞ്ഞത്. അതുതന്നെയാണ് ആളുകൾ വൈറലാക്കിയത്. അംബാനിയുടെ CNN ന്യൂസ് 18 പറഞ്ഞിരിക്കുകയാണ് അജിത് ഡോവൽ ഇത് ഡീപ് ഫേക്ക് വീഡിയോ ആണ് എന്നാണ് പറഞ്ഞത് എന്ന്. ആദ്യം ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ ഫാക്ട് ചെക്കറായ മുഹമ്മദ് സുബൈറാണ് ഇത് ഡീപ് ഫേക്കും AIയും ഒന്നുമല്ല, മറിച്ച് അജിത് ഡോവൽ പറഞ്ഞതാണ് എന്ന് ഫാക്ട് ചെക്ക് ചെയ്തത്. അദ്ദേഹം ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞത് സംഘികളുടെയും ഗോദി മീഡിയ ആങ്കർമാരുടെയും മുഖത്തേറ്റ അടിയാണ് ഇതെന്നാണ്. അവരുടെ ഫാക്ട് ചെക്കിങ്ങിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ISI മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ഹിന്ദുക്കളെയാണ് റിക്രൂട്ട് ചെയ്യുന്നത് എന്ന് അജിത് ഡോവൽ പറഞ്ഞതാണ് എന്ന്. അപ്പോൾ സംഘികൾ വിചാരിക്കും ഇങ്ങനെ വല്ലവരും പറഞ്ഞാൽ അത് ശരിയാകുമോ, അജിത് ഡോവൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. തലച്ചോറില്ലാത്ത സംഘികളെ, ഇത് വ്യക്തമായി കണ്ടുകൊള്ളൂ. ഈ വീഡിയോ യൂട്യൂബിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. 2014 മാർച്ച് 11 ഓസ്ട്രേലിയ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഈ ഡിബേറ്റ് വീഡിയോ പ്രസിദ്ധീകരിച്ചത്. നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായി കാണാം ഓസ്ട്രേലിയ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ യൂട്യൂബ് ചാനലിൽ 1 മണിക്കൂർ 18 മിനിറ്റോളമുള്ള ഈ വീഡിയോ. അതിന്റെ 54ാമത്തെ മിനിറ്റിലാണ് ആദ്യത്തെ ഭാഗം പറയുന്നത്. അത് നേരിട്ട് യൂട്യൂബിൽ നിന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്തത് കണ്ടുകൊള്ളൂ. Now coming to the second point about the sensitivity of the Muslim population. We don't have any Muslim population or a Hindu population. When it comes to a war against terror, it is an attack on India. So the first thing that one should be this thing is that we should stop thinking in communal lines. The Muslims are with us in fight against terror much more than any Hindu organization is. You tell me any Hindu organization which has issued a fatwa or a diktat or anything against terrorism. It is on the Ramlila ground with 50,000 Maulanas who passed a fatwa against international terrorism and terrorism in 2012 and said that we are going to oppose it. They have offered total help and it is huge congregation. They wanted some Hindu organizations also to come on the same platform. They said it will endanger them. So don't say. It is the violent, coercive, vocal minority which sometimes is misunderstood as this voice of Islam. The voice of Islam is not for criminality, the voice of Islam is not for killing the innocent, and the majority of the Indian Islam is totally in support of it. We had global recruitment when there was this thing against Soviets in Afghanistan. Not even one from India went. നേരിട്ട് കണ്ടല്ലോ അല്ലേ? അതായത് ഹിന്ദു പോപ്പുലേഷനും മുസ്ലിം പോപ്പുലേഷനും ഇല്ല, ഇന്ത്യൻ പോപ്പുലേഷനാണ് ഉള്ളത്. മുസ്ലിങ്ങൾ തീവ്രവാദത്തിന് എതിരാണ്. 2012 ഡൽഹിയിൽ 50,000 മൗലാനമാർ ചേർന്ന് തീവ്രവാദത്തിനെതിരെ ഫത്വ പുറപ്പെടുവിച്ചു എന്നൊക്കെ പറയുന്നത്. ഇനി രണ്ടാമത്തെ ഭാഗം. ഇത് തുടങ്ങുന്നത് ഏകദേശം 1 മണിക്കൂർ 4 മിനിറ്റിൽ ആണ്. അത് യൂട്യൂബിൽ നിന്ന് നേരിട്ട് കണ്ടുകൊള്ളൂ. And let me tell you one small thing. Now that I have been exposed as a man who is this thing, the number of persons that ISI has recruited for intelligence tasks in India, there have been more Hindus than Muslims. If you see all the number of cases from 1947 which have been these things under the official secret act of the counter-espionage cases, I think people in media must be these things, that all these cases which come, so more than 4,000 cases, probably not even 20% would be Muslims. So it's a very wrong concept. കേട്ടല്ലോ അല്ലേ? ISI മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ഹിന്ദുക്കളെയാണ് റിക്രൂട്ട് ചെയ്യുന്നത്. ഇങ്ങനെ റിക്രൂട്ട് ചെയ്യുന്നതിൽ 20% പേർ പോലും മുസ്ലിങ്ങളല്ല എന്ന് പറയുന്നത്. എന്നിട്ടാണ് ഇയാൾ യാതൊരു മടിയുമില്ലാതെ യാതൊരു സങ്കോചവും ഇല്ലാതെ പറയുന്നത് ഇത് ഡീപ് ഫേക്ക് ആണ്, AI ആണ് എന്ന്. ഒരു രാജ്യത്തിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന് എങ്ങനെയാണ് ഇതുപോലെ യാതൊരു മടിയും കൂടാതെ നുണ പറയാൻ സാധിക്കുന്നത്? സംഖ്യയായാൽ പിന്നെ എന്തും ചെയ്യുന്നതിന് മടിയില്ല എന്നാണ് ഇത് വ്യക്തമായി തെളിയിക്കുന്നത് അല്ലേ? ഇനിയും സംശയമുള്ള സംഖ്യകൾക്ക് വേണ്ടി ഈ ഒറിജിനൽ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നതാണ്. അതുകൊണ്ട് ഇതിന്റെ അടിയിൽ വന്ന് ഇത് ഫേക്ക് ആണ്, AI ആണ് എന്ന് പറഞ്ഞ് കമന്റ് ഇടാതെ പോയി കണ്ട് ആനന്ദിക്കുവിൻ സംഖ്യകളെ. മോദി അധികാരത്തിൽ വരുന്നതിന് മുൻപ് 2014 മാർച്ച് 11 ഇയാൾ ഓസ്ട്രേലിയയിൽ വെച്ച് ഓസ്ട്രേലിയ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഈ ഡിബേറ്റിൽ ഇങ്ങനെ പറയുന്നത്
അന്ന് അയാൾ സത്യസന്ധനായിരുന്നു, വിവേകമുള്ളവനായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇത്. എന്നാൽ മോദി വന്നതോടുകൂടി, സംഘി ആയതോടുകൂടി ഇയാളുടെ സർവ്വ വിവേകവും നശിച്ചു എന്ന് വ്യക്തമായല്ലോ. ഇയാൾ പറഞ്ഞത് വളരെ സത്യമാണ്. തീവ്രവാദികൾ മതവിശ്വാസികളല്ല, മറിച്ച് മതത്തിന്റെ പേര് പറഞ്ഞ് കലാപം വിളക്കിവിടുന്ന, നിരപരാധികളെ കൊന്നൊടുക്കുന്ന നീചരാണ്. മതം അവർക്ക് ഒരു മറയാണ്. സത്യം പറയുന്ന തന്റെ പഴയ വീഡിയോ ഇപ്പോൾ വൈറലായപ്പോൾ അത് ഫേക്ക് ആണ്, AI ആണ് എന്ന് പറഞ്ഞ് പച്ചയ്ക്ക് കള്ളം പറയുന്ന ഈ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ എന്ന് പറയുന്ന അജിത് ഡോവലിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?